പത്തനംതിട്ട കൊറ്റനാട് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. ജപ്തി നിയമവിരുദ്ധമാണ് എന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും വീടിന്റെ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റുകയാണ്. ഇപ്പോൾ എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജയശങ്കർ, അതായത് റിജിത്ത്, ഈ പത്തനംതിട്ട കൊത്തനാട് മടത്തുംചാലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള ബാങ്ക് ഈ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീട് നിലവിൽ ജപ്തി ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തുകയും കേരള ബാങ്ക് പൂട്ട് പൊട്ടിച്ച് ഈ വീട്ടുകാരെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള ബാങ്ക് സ്ഥാപിച്ച ബോർഡ് ഉൾപ്പെടെ അവർ പുറത്തേക്ക് എടുത്ത് എറിയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ബോർഡ് കാണാം. എന്തായാലും ഈ വീട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ചേച്ചി, ഇത് എന്തായിരുന്നു സംഭവം? ഇത് നിങ്ങളുടെ അമ്മാവൻ്റെ വീടാണ്? അതെ, അമ്മാവൻ്റെ വീടാണ്. നമ്മൾ ഇവിടെ ജപ്തി ചെയ്യുകയെന്ന് പറഞ്ഞ് ബാങ്കുകാർ വന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇവിടെ ലോക്ക് പൂട്ടി സീൽ ചെയ്തെന്ന്. അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് വന്നിരുന്നോ? ഒരു നോട്ടീസും തന്നിട്ടില്ല ഇതുവരെ. ഒരു നോട്ടീസും ബാങ്കുകാർ നമ്മളെ ഒരു വിവരം അറിയിച്ചിട്ടില്ല. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നോ കേരള ബാങ്കിൽ? ഇല്ല, ഞങ്ങൾ ബാങ്കിൽ ലോൺ എടുത്തു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ 2015 ഇവിടെ സ്ഥലം മേടിച്ച 15 സെൻറ്റിൽ നിന്നാണ് 3 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് 3 സെൻറ്റ് നമുക്ക് എല്ലാം രജിസ്റ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ 2020 ലൈഫിൻ്റെ വീടിന് ബാക്കിയുള്ള ബാധ്യതകളെല്ലാം നമ്മളെടുത്ത് ബാധ്യത സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും എല്ലാം നമുക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ നമുക്ക് കിട്ടി. ലൈഫിൽ നിന്ന് വീടിനുള്ള നമ്മൾ കൊടുത്ത് വീടും കിട്ടി. വീട് കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ വീട് പണി പൂർത്തീകരിച്ചപ്പോഴാണ് 2 മാസം മുന്നേ ബാങ്കുകാർ പറയുന്നത് ബാങ്കിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്, നമ്മൾ ഇറങ്ങിക്കൊടുക്കണം. അതായത് മുമ്പ് ഇത് വാങ്ങിച്ച ആളെടുത്ത ലോണിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് നടപടി? അതെ. നമ്മൾ പക്ഷേ രജിസ്റ്റർ ഓഫീസിലും താലൂക്കിലും എല്ലാം വിളിച്ച് തിരക്കിയപ്പം നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല, നിങ്ങൾ ആരും കാണണ്ട എന്ന് പറയുന്നത്. നിങ്ങളുടെ രേഖകളൊക്കെ ക്ലിയർ ആണ്? എല്ലാം ക്ലിയർ ആണ്. എന്തിനാണ് ഇപ്പോൾ ഈ ജപ്തി എന്ന് അറിയില്ല? ഞങ്ങൾക്കറിയത്തില്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, കാരണം ഞങ്ങൾ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ അവരുമായിട്ട് സംസാരിക്കാൻ പോകും? എന്തായാലും വീട്ടുകാർ പറയുന്ന അവർ ഒരു തരത്തിലുള്ള ലോണും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. മുൻപ് ഈ സ്ഥലം വാങ്ങിക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ സ്ഥലം ഉടമയ്ക്ക് ചില ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരിക്കാം നടപടി എന്നാണ് അവർ പറയുന്നത്. അവർ ഈ കാര്യത്തിൽ ഒരു പൈസ പോലും ഈ കേരള ബാങ്കിൽ നിന്ന് എടുത്തില്ല. എന്തായാലും പൂട്ടൊക്കെ പൊട്ടിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ കൂടി ഇവിടെ ഉണ്ട്. നമ്മളിത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമസ്കാരം, ഞാൻ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് കിട്ടിയത് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവർ ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മളോട് പറഞ്ഞു. നമ്മളിതിൻ്റെ അതൊന്ന് മനസ്സിലാക്കുന്ന കാര്യം, നിലവിൽ ലൈഫ് പദ്ധതി പ്രകാരം ഇവർക്ക് ഈ 3 സെൻറ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ഇവർ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അവർ കാശ് കൊടുത്ത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്കകത്ത് മറ്റൊരാൾ ലോൺ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതായത് ഞാൻ മനസ്സിലാക്കുന്ന 2017 ഏപ്രിൽ മാസം ഇദ്ദേഹം ലോൺ എടുക്കുകയും ജൂൺ മാസത്തിലാണ് ഇവർക്ക് ഈ സ്ഥലം കരാറാക്കി മറച്ചു വെച്ചിട്ട് വിറ്റു. അപ്പോൾ ഇവരിതിൻ്റെ അത് ഉത്തരവാദികളല്ല. അപ്പോൾ ഇവർ നിഷ്പക്ഷരായിട്ടുള്ള ഒരാൾക്കാർ, അവർ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, വൃന്ദാവനം ജംഗ്ഷനിൽ ബേക്കറി നടത്തി ജീവിക്കുന്ന കുടുംബമാണിത്. ആ ചേട്ടൻ ഇന്ന് ശാരീരിക ബുദ്ധിമുട്ട് മൂലം ആശുപത്രിയിൽ പോയ സമയം നോക്കി ഇവിടെ വന്ന് ഇത് ലോക്ക് ചെയ്ത് ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ, ഇത്രയും മോശം നടപടി കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഈ തോന്നിവാസമൊന്നും കൊറ്റനാട്ടെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ നാട്ടുകാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു രീതിയിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ചെറിയ കുറച്ച് ഭൂമിയുള്ള ആളുകൾക്കൊന്നും സാധാരണ ഈ വായ്പ എടുക്കുക, അതിന്റെ തിരിച്ചടവ് മുടങ്ങുക, ആ സമയത്ത് ഇങ്ങനെ ജപ്തി നടപടിയുമായി മുന്നോട്ട് പോകുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. ഈ വീട്ടുകാരും ബാങ്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുമില്ല. ഇത് മുമ്പത്തെ നടന്നൊരു ഇടപാടിൻ്റെ പേരിലാണ് ഈ നടപടിയുമായി ബാങ്ക് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു. യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഈ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ഇതിലെന്താണ് ബാങ്കിൻ്റെ വിശദീകരണം? എന്താണ് ഇതിലൊരു നൂലാമാല ഉണ്ടായത്? എങ്ങനെയാണ് ഒരു സാങ്കേതികമായി ഇതിനകത്തൊരു പ്രശ്നം നിലനിൽക്കുന്നത്? ഏത് തരത്തിലാണ് ബാങ്ക് വിശദീകരിക്കുന്നത്? എങ്ങനെയാണ്? ഈ വീട്ടുകാരുടെ പ്രതികരണം നമ്മൾ കണ്ടു. ബന്ധപ്പെട്ട അധികൃതരുടെ വിശദീകരണം എന്താണ്, ജയശങ്കർ? ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വിശദീകരണങ്ങളൊന്നും തന്നിട്ടില്ല. കാരണം ഈ ബാങ്കുകാർക്ക് കൃത്യമായി ആര് ലോൺ എടുത്തു, അതിനുശേഷം ലോൺ നൽകിയ വസ്തുവുമായി ബന്ധപ്പെട്ട് ഇടപാട് വിവരങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. ഇവർ 2020 ഇത്തരത്തിൽ ഈ സ്ഥലത്ത് ലൈഫ് പദ്ധതി പ്രകാരം വീട് വെച്ചൊരു കുടുംബമാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കുട്ടിയുടെ അമ്മാവനാണ് ഇത്തരത്തിൽ ഈ പദ്ധതി പ്രകാരം ഇവിടെ വീട് വെച്ചത്. അദ്ദേഹം പുറത്താണ്. ഇപ്പോൾ ഇവരാണ് ഈ വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവർ 1 രൂപ പോലും എടുക്കാത്തതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു കേരള ബാങ്ക് ഇത്തരത്തിൽ ജപ്തി
ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുന്നത്. സർക്കാരിൻ്റെ കേരളത്തിൻ്റെ സ്വന്തം ബാങ്കൊക്കെയാണ് എന്നാണ് സർക്കാരും ഒപ്പം ഭരണപക്ഷ പാർട്ടിയൊക്കെ കേരള ബാങ്കിനെ കുറിച്ച് പറയുന്നത്. ആ കേരള ബാങ്കാണ് ഇത്തരത്തിൽ ലൈഫ് മിഷൻ പ്രകാരം വെച്ച ഒരു വീട് ജപ്തി ചെയ്തിരിക്കുന്നത്. അതും ഈ വീട്ടുകാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എടുത്ത ഒരു ലോണിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു ക്രൂര നടപടിയിലേക്ക് എന്തായാലും നിലവിൽ കടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 4 സെന്റിന് താഴെയുള്ള ഭൂമിയിലൊക്കെ ഇത്തരത്തിൽ ജപ്തി നടപടികൾ ഒഴിവാക്കി നൽകും, മാനുഷിക പരിഗണന ഉണ്ടാകുന്നു. അത്തരം ഒരു പരിഗണനയും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തിയ വീടിൻ്റെ പൂട്ട് പൊളിച്ച് ഈ വീട്ടുകാരെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ സ്ഥാപിച്ച ബോർഡ് ഉൾപ്പെടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാങ്ക് ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അവരുടെ കൂടി പ്രതികരണം തേടാൻ എന്തായാലും ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഇടപാടായി പോയി എന്ന് തന്നെ വേണം ഈ കാര്യത്തെ പറയാൻ. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണെന്നാണ് എപ്പോഴും മുഖ്യമന്ത്രി പറയാറുള്ളത്. ഇത്തരത്തിൽ ഈ സാധാരണക്കാരുടെ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ നൽകുന്ന പണവും അല്ലാതെ തുച്ഛമായ പൈസയൊക്കെ വെച്ചാണ് ഇവർ ഈ വീട് നിർമ്മിച്ചത്. ആ വീട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മനസാവാച അറിയാത്തൊരു ലോൺ ഇടപാടിൻ്റെ പേരിൽ ഇത്തരം ഒരു ജപ്തി നടപടിയിലേക്ക് കേരള ബാങ്ക് കടന്നിരിക്കുന്നത്. ബാങ്ക് വിശദീകരിക്കുന്നു, ഇവരുമായല്ല ഇടപാടുണ്ടായിരുന്നത്, മുമ്പ് ഭൂമി കൈവശം ഉണ്ടായിരുന്ന ആളുമായി ബന്ധപ്പെട്ടാണ് എന്ന് ബാങ്ക് വിശദീകരിക്കുന്നു. ഇതിന്റെ വിൽപ്പനയൊക്കെ പിന്നീട് സാധ്യമായത് എങ്ങനെയാണ് ജയശങ്കർ? അതായത് റിജിത്ത്, ഈ വീട്ടുകാർക്ക് ഈ അടുത്താണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേരിൽ, ഈ വസ്തുവിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു ഇടപാടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. സാധാരണക്കാരാണ്. ഇവർ ആഗ്രഹിച്ചൊരു കുറച്ച് സ്ഥലം വാങ്ങുന്നു, അതിനുശേഷം അവിടെ ചെറിയൊരു വീടൊക്കെ വെക്കുന്നു. അതും ലൈഫ് പദ്ധതി പ്രകാരം വെക്കുന്ന വീടാണ്. അങ്ങനെ 2021 ഇപ്പോൾ നമ്മോട് സംസാരിച്ച കുട്ടിയുടെ അമ്മാവനാണ് ഇത്തരത്തിൽ ഈ വീട് വെക്കുന്നത്. അങ്ങനെ ഈ വീട് പണി നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം. ഈ വീടിൻ്റെ പണി പൂർണ്ണമായും നടന്നിട്ടില്ല, പൂർത്തിയായിട്ടില്ല. ഇതിന് ഇനിയും തേപ്പ് ഉൾപ്പെടെ പെയിൻറ്റിങ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, തറപ്പണി ഉൾപ്പെടെ എല്ലാം കഴിയാനുണ്ട്. അത്രമാത്രം പൈസ ഇല്ലാത്ത പാവങ്ങളാണ്. ആ പാവങ്ങൾക്കാണ് മനസാവാച അറിയാത്ത കാര്യത്തിൻ്റെ പേരിൽ കേരള ബാങ്ക് ഇത്തരത്തിൽ ഒരു ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിലവിൽ ഈ ബാങ്ക് കടന്നിരിക്കുന്നത്. ഈ സാധാരണ ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ നേരിട്ട് 1 രൂപ പോലും ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടില്ല. ഇവരുടെ കയ്യിൽ നമ്മൾ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചു. ഇവരുടെ പൊസിഷൻ എല്ലാം തന്നെ ക്ലിയറാണ്, ഇവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ക്ലിയറാണ്, ബാധ്യതകളൊന്നും ഇവർക്കില്ല എന്നാണ് ആ രേഖകളിലൊക്കെ, ഇവരുടെ പേരിലുള്ള രേഖകളിലൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് മുൻപെടുത്ത ആളുടെ ഇതുമായി ബന്ധപ്പെട്ട ലോണാണ്, അതിൻ്റെ ഇടപാടാണെന്നൊക്കെ പറഞ്ഞാണ് ബാങ്ക് ഇപ്പോൾ എന്തായാലും ഇത്തരം നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തെത്തി ജപ്തി ഇടപാടിലേക്ക് കടന്ന് നമുക്ക് ആ ബാങ്ക് സ്ഥാപിച്ച ബോർഡിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഈ സ്ഥലം ജപ്തി ചെയ്യുന്നു, ഇല്ലെങ്കിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്യുന്ന അറിയിക്കുന്നു എന്ന ബോർഡാണ് എന്തായാലും കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക്, കേരള സഹകരണ ബാങ്ക് നിലവിൽ വെച്ചിരിക്കുന്നത്. ഈ ബാങ്കിന് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഇത്തരത്തിൽ മറ്റൊരാളുടെ പേരിലുള്ള രേഖകളിലുള്ള സ്ഥലം ജപ്തി ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കാരണം ഈ വീട്ടുകാർ നേരിട്ടൊരു ഇടപാട് ഈ കേരള ബാങ്കുമായി നടത്തിയിട്ടില്ല. നിലവിൽ ഈ വസ്തുവിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ ഉടമ അത്തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയിട്ടില്ല. മുമ്പ് ഈ സ്ഥലം ഉണ്ടായിരുന്ന ആൾ നടത്തിയ ഒരു ഇടപാടിൻ്റെ പേരിലാണ് ഈ ജപ്തി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഇത്തരം സാധാരണക്കാർ എങ്ങനെ ഇതിൽ ഇരയാക്കാമെന്നൊരു ചോദ്യം ഇവിടെ എന്തായാലും നിലനിൽക്കുന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ചേട്ടാ, ഇതൊരു മനുഷ്യത്വപരമായ കാര്യമാണ്? അല്ല, മനുഷ്യത്വപരമായ കാര്യമല്ല. ഇവരൊക്കെ അറിയുന്ന കുടുംബമാണ്? അതെ, അറിയുന്നത്. പാവപ്പെട്ടവരല്ല? അല്ല, പാവപ്പെട്ടവരാ, തീർത്തും. അങ്ങനെയാണ് റീത്ത് നാട്ടുകാർ പറയുന്നത്. ചെറിയ കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്നവരാണ്. എന്തിനീ പാവങ്ങളെ ഇങ്ങനെ ഇതാക്കുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ചോദിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഈ വാർത്ത കാണുമെന്നും ഈ പാവങ്ങൾക്ക് നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. റിജിത്ത്, ശരി, A.V. ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. പത്തനംതിട്ട കൊറ്റനാടാണ് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ഇപ്പോൾ കേരള ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്നത്. ജപ്തി നിയമവിരുദ്ധമാണ് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തി ആ പൂട്ട് പൊളിച്ച് ആ വീട്ടുകാരെ അതിനകത്തേക്ക് കടത്തിയിട്ടുണ്ട്. ബാങ്ക് പറയുന്ന വിശദീകരണം, ഈ വീട്ടിൽ താമസിക്കുന്ന ഈ വീടിൻ്റെ ഉടമയുമായല്ല അവരുടെ ഇടപാട്, അതിനു മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്ന ആളുമായാണ് അവരുടെ ഇടപാട് എന്നാണ് ബാങ്ക് വിശദീകരിക്കുന്നത്.